ചോര ചിന്തുന്നതിന്. മനുഷ്യരൊക്കെ തമ്മിൽ തല്ലേണ്ടവരാണെന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്രേ. കാരണം ആ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താവായാള് അയാൾക്ക് അങ്ങനെ പറയാൻ കഴിയൂ. മനുഷ്യരൊന്നാണ്, തമ്മിൽ തല്ലേണ്ടതുകൊണ്ട് ഇഷ്ടപ്പെടില്ല, സത്യമാണ്, കഴിയില്ല അതിന്. അവിടെ ഞാൻ പറഞ്ഞ എന്ത്, ഇവിടെ എപ്പോഴും ഞാൻ പറയുന്നത് എന്താ, നമ്മുടെ ഒരു അച്ഛന്റെ അമ്മയുടെ മക്കളാ, നമ്മുടെ ദൈവം ഒന്നാണ്. ഇതാണ് എന്റെ പ്രഖ്യാപനം. ഇസ്ലാം ലോകത്തെ പഠിപ്പിച്ചാതാ, ദൈവം ഒന്നാണ്, ഒറ്റ ദൈവമേ ഉള്ളൂ, അവൻ മാത്രമാണ് ലോകത്തെ സൃഷ്ടിച്ചത്. അതാ അവിടെ പറഞ്ഞു. നോക്കേ, ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വായിച്ചു തരാം. ആദിയിൽ ഹിരണ്യഗർഭൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവനാണ് സകല ഭുവനങ്ങളുടെയും അധീശാധികാരി. ആരാ? ശ്രീരാമൻ അന്നില്ല, ശ്രീകൃഷ്ണൻ അന്നില്ല, ഗുരുവായൂരപ്പൻ അന്നില്ല, പിശാരിക്കാവിൽ അന്നില്ല, സായിബാബ ഇല്ല, രവിശങ്കർ ഇല്ല, അമ്മയില്ല. ആ കാലത്ത് ഇതിന്റെ ഒക്കെ അധീശാധികാരി അവനാണ്. അവനാണ് ആകാശം സൃഷ്ടിച്ചത്. മോസസ് പ്രവാചകൻ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മോസസ് പ്രവാചകൻ, ആ പ്രവാചകൻ റാംസസ് രണ്ടാമന്റെ കൊട്ടാരത്തിലെത്തി. അദ്ദേഹം ചോദിച്ചു, നീ പരിചയപ്പെടുത്തുന്ന ദൈവാര? മൂസ, നീ ഇവിടെ കിടന്ന് അലക്കണ് കുറെ സമയമല്ലോ, നീ പറയുന്ന ദൈവാര? അതിന് മൂസാ നബി നൽകിയ മറുപടി നിങ്ങളൊന്ന് എല്ലാവരും ശ്രദ്ധിക്കണം, ഇവിടുത്തെ എല്ലാ മതവിശ്വാസികളും. മൂസാ നബി റബ്ബിനെ, ദൈവത്തെ പരിചയപ്പെടുത്തി എങ്ങനെ അറിയോ? റബ്ബുസ്സമാവാതി വൽ അർദ് വമാ ബൈനഹുമാ ഇൻ കുൻതും മുഖിനീൻ. എന്റെ കുഞ്ഞുകണ്ണ, അതിന്റെ ഒരു അർത്ഥം എന്താണെന്നറിയോ? ആകാശഭൂമികളും അതിനിടയിൽ സചേതനങ്ങളും അചേതനങ്ങളുമായി എന്തൊക്കെയുണ്ടോ അതിനെയൊക്കെ ആരാണോ സൃഷ്ടിച്ചത് അവൻ ഈശ്വരൻ. കണ്ടോ? എന്താ അത്? ഈ തത്വത്തിന്റെ ഒരു മാസ്മരികതയും മാത്രം. എന്താ നിങ്ങൾ വിചാരിച്ചേ? എന്താ ഞങ്ങൾ പറയണേ? ഈ ഭൂമി, ഈ ആകാശം, ഈ സൂര്യൻ, ഈ ചന്ദ്രൻ, ഈ നക്ഷത്രങ്ങൾ, ഈ വെള്ളം, ഇതൊക്കെ പടച്ചോനതുണ്ടോ? ഈ ചെറിയ പ്രാണികൾ ഈ വെട്ടത്തിൽ, അതിനെ വരെ സൃഷ്ടിച്ചവൻ ആരോ അവൻ ഈശ്വരൻ. സമ്മതിച്ചോ? തയ്യാറുണ്ടോ? അതാ ഇസ്ലാം. അതിനെ തള്ളിക്കളയാൻ ബുദ്ധിയുള്ളവന് കഴിയില്ല. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ആ ഒരു ആദർശത്തെക്കാൾ ഉത്തമ ഒരു ആദർശം ആരുടെ കയ്യിലും ഇല്ല. സത്യം. നമ്മളിപ്പോ സാധാരണ കക്ഷിത്വം പറയലുണ്ട്, അതല്ല ഞാൻ പറയും, അത് മാത്ര സത്യം. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കളിൽ നിന്നുണ്ടായതാ നമ്മൾ എന്നുള്ളതാണ് സത്യം. അല്ലേ? കഷ്ടം. ലോകത്തിന് എന്ത് സംഭവിച്ചു എന്നതിൽ കഷ്ടം. ഒരച്ഛന്റെ ഒരു അമ്മയുടെ മക്കൾ എന്തിന് തല്ലി, എന്തിന് കഴുത്തറുത്തു? മുസ്ലിം സമൂഹത്തിനിടയിൽ എന്താ കാരണം? യഥാർത്ഥ മതമില്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. യഥാർത്ഥ മതം അനുസരിച്ചുള്ള ഒരു ജീവിതം ലോകത്ത് മനുഷ്യർക്കില്ലാതെ പോയി. മതത്തിന് നേരെ കുതിര കയറെല്ലാം ഉണ്ട്, മതത്തിന് നേരെ കൊഞ്ഞനം കുത്തെല്ലാം ഉണ്ട്. ഇപ്പൊ നോക്ക്, ശൈശവിവാഹ വിഷയം വന്നു, വേഗത്തിൽ ആളുകൾ മുഹമ്മദ് നബിയിലേക്ക് എത്തി. ഞാൻ ദയവ് ചെയ്ത് ഞാനും ചോദിച്ചോട്ടെ, മുഹമ്മദ് നബീനെ പോലെ കല്യാണം കഴിക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും ഒരു ഭൗതികവാദി മണ്ണിൽ ജീവിച്ചിട്ടുണ്ടോ? ഇന്ന് വരെ ഇപ്പൊ നിങ്ങൾ നോക്ക്, മഹാത്മാഗാന്ധി 13 വയസ്സുള്ളപ്പോ തന്നെ ഒരു കല്യാണം കഴിക്കണം. നമ്മുടെ മഹാത്മാഗാന്ധി 13 വയസ്സുള്ളപ്പോ മൂപ്പർക്ക് കല്യാണം കഴിക്കണം. 18കാരി ഈ നിയമം വെച്ചോ? ഇല്ല, എനിക്ക് 13കാരിനെ തന്നെ കിട്ടണം. ക്ഷമിക്കണം, എല്ലാരും ക്ഷമിക്കണം. ഞാന് ഇസ്ലാമിന്റെ കഴുത്ത് കയറി ഇങ്ങനെ ഞെരിച്ച് പിരിയുമ്പോ ചിലത് പറഞ്ഞോട്ടെ. മഹാത്മാഗാന്ധിക്ക് 13 വയസ്സ് തന്നെ കിട്ടണോ? തരക്കടില്ല, 13കാരിയെ തന്നെ കിട്ടണം. കല്യാണം നടന്നു. അവിടെ നടന്നല്ലോ അല്ലേ? നടന്നു. എന്തേ നിങ്ങൾ ആരും? ഇപ്പൊ നോക്കേ, ശൈശവിവാഹം പറഞ്ഞപ്പോ നബി ആയിഷാനെ കെട്ടിക്കളഞ്ഞു. എന്റെ ചെങ്ങായി, വിമർശനത്തിൽ പോലും നിനക്ക് നീതിയുണ്ടോ, നട്ടലുണ്ടോ, വിവരമുണ്ടോ? എങ്കിൽ നീ ചെയ്യേണ്ടത് എന്താ? മഹാത്മാഗാന്ധിന്റെ കുതിര കയറണ്ടേ? അപ്പോ ക്ഷീരമുള്ളോരകടിയും ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകാരിക്ക. ഇനി മുഹമ്മദ് നബിയുടെ 1ാമത്തെ കല്യാണം, അങ്ങനെ കല്യാണം കഴിച്ച ഒരു ഭൗതികവാദി ഇവിടെ ഒന്ന് കൈവക്ക്. മുഹമ്മദ് നബിക്ക് 25 വയസ്സ്. അദ്ദേഹം ആദ്യം കല്യാണം കഴിച്ച പെണ്ണിനോ 2 ആള് കല്യാണം കഴിച്ച് വിധവയായി 4 മക്കളുള്ള 40കാരി കെട്ടുവോ? ഇവിടെ ഏതെങ്കിലും ഒരുത്തം കെട്ടിയിട്ടുണ്ടോ? ഇവിടെ മതം വിമർശിക്കുന്ന യുക്തിവാദി എഴുത്തുകാരനും പോക്കണം കെട്ടവനും ഒക്കെ ആരെങ്കിലും ഒരാള് ഓന്റെ മുമ്പിൽ 14 വയസ്സുള്ള ഒരു കുട്ടിനെ കെട്ടുവെന്ന് വെച്ചാലോ ആരും കാണാൻ നമുക്ക് ഒന്നിച്ചു പോയി കല്യാണം കഴിക്കാറില്ല. സത്യമല്ലേ അത്? ഞാൻ ഉള്ളിലുള്ള മനുഷ്യരോട് സത്യമല്ലേ അത്? വലിയ ശൈശവത്തോടുള്ള ഒരു മഹാബന്ധം ഒന്നല്ലോ, കയ്യടി കിട്ടാൻ വേണ്ടി മാത്രം. എന്നാ വസ്തുത നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ലോകത്ത് മുഹമ്മദ് നബി 2 ആള് കല്യാണം കഴിച്ച് വിധവയായ 4 കുട്ടികളുണ്ടായിരുന്ന 40കാരിയെ
25കാരൻ കല്യാണം കഴിച്ചതിനെ കുറിച്ച് എന്താങ്ങളൊന്നും ഉണ്ടാത്ത്? ഒന്നാമത്തെ കല്യാണം. രണ്ടാമത്തതോ 66 വയസ്സുള്ള സൗദാ ബീവിയെ. എത്ര മോനെ? എത്ര? ഇപ്പൊ പേന ഉന്തുന്നുണ്ടല്ലോ ആഴ്ച പതിപ്പിലെ കുറെ ആഫീസ് മുഹമ്മദ്മാരും കാര്യങ്ങളും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ കല്യാണം 66 വയസ്സുള്ള ഒരു വയോവൃദ്ധ. ആലോചിക്കണം. ഒരു പ്രഖ്യാപനം. ക്ഷമിക്കണം, കോടതിയെ പറ്റി ഒന്നും പറയരുതെന്ന്. ഇനിയിപ്പോ ജസ്റ്റിസ് ഉണ്ട്, ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക്. കോടതിക്ക് നേരെ കാര്യമായി ഒന്നും പറയാൻ പാടില്ല എന്ന ഇന്ത്യയിൽ. അതുകൊണ്ട് ഏറ്റവും കേട് എന്നൊരു സ്ഥാപനം കോടതിയായിട്ട് ഞാൻ മനസ്സിലാക്കണത്. ക്ഷമിക്കണം, എന്നെ തൂക്കിക്കൊന്നാൽ പോലും അതൊരു സത്യ. ജസ്റ്റിസ് ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞാണ്. ഡിവൈഎഫ്ഐയുടെ ഒരു പരിപാടിയിൽ അവർ പറഞ്ഞാൽ അവര് തിരിച്ചല്ലേ എനിക്കറിയില്ല. കേരളത്തിലെ സ്ത്രീകളുടെ വിവാഹപ്രായം 25 ആക്കണോ? ഞാൻ യോജിക്കുന്നില്ല, വിയോജിക്കുന്നില്ല. പക്ഷെ ചെറിയൊരു ബുദ്ധി കൊണ്ട് ചോദിച്ചോട്ടെ ഞാനൊന്ന്. എന്ത് ശാസ്ത്രബോധാണ് ഈ വിഷയം പറഞ്ഞ വ്യക്തിക്കുള്ളത്? നിങ്ങൾക്കറിയോ, 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെയാണ് അത്രേ സ്ത്രീ ഗർഭധാരണം ധരിക്കുന്ന ഏറ്റവും നല്ല കാലഘട്ടം. ഇത് ഞാൻ പറഞ്ഞല്ല, ഇത് ഇവിടുത്തെ ഭൗതികവാദികളിലെ സയൻസിന് ഞാൻ പഠിച്ചതാ. 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെയുള്ള സ്ത്രീയാണത്രേ. അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ഏതൊന്നിനെ കുറിച്ചും ചിന്തിക്കുക. ഏതൊന്നിനെ കുറിച്ചും. ഒരു വണ്ടി ഫ്രഷ് ആയിട്ട് ഇറക്കുന്നു ഷോപ്പിൽ നിന്ന്, അതിന്റെ ഗുണം ഉണ്ടാവോ? സെക്കൻഡ് ഹാൻഡിന് ഉണ്ടാവോ? 40 വയസ്സുള്ള എന്റെ ചുരുൾക്ക് ഉണ്ടാവും. എന്റെ വാപ്പാക്ക് 74 വയസ്സിൽ ഉണ്ടാവോ? ഞാൻ പറയുന്നത് എന്തിനാ വിവാഹം? അത് ആദ്യം പിടിക്കട്ടെ. എന്തിനാ വിവാഹം? 25 വയസ്സുള്ള ഒരു പെണ്ണ് എന്തൊക്കെ കാരണം കൊണ്ട് അവള് റിവേഴ്സ് ഗിയറിലേക്കുള്ള യാത്രയില? നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? 16 വയസ്സ് മുതൽ 22 വയസ്സ് വരെ സ്ത്രീയുടെ ഗർഭപാത്രത്തിലെ ഏറ്റവും സുന്ദരമായ കാലഘട്ടം. ആ ഗർഭപാത്രത്തിന് കംപ്ലൈന്റ് ഇല്ലാത്ത ഏറ്റവും പെർഫെക്റ്റ് ആയ കാലഘട്ടം. തീർന്നില്ല. ആ കാലഘട്ടത്തിലെ കുഞ്ഞിനാണ് ഏറ്റവും ആരോഗ്യം ഉണ്ടാവുക. ആ കാലഘട്ടത്തിൽ ജനിക്കുന്ന കുട്ടിക്ക് ബുദ്ധിയും കൂടും. ഞാൻ പറഞ്ഞല്ല, അല്ലെങ്കിൽ സയൻസ് വിരക്കണമെന്ന് പറ. എനിക്കത് വായിച്ചത് അതുപോലെ പറയാനേ അറിയൂ. ഒന്നത്. രണ്ട്, മനുസ്മൃതിക്ക് ഒരു നിയമമുണ്ട്, അതുകൂടി കേട്ടോളി എല്ലാവരും. 7 വയസ്സുള്ള ഒരു പെണ്ണിനെ 24 വയസ്സുള്ള ചെറുപ്പക്കാരനാ കെട്ടണ്ട്. ഇങ്ങനെ 7 വയസ്സുള്ള ഒരു പെണ്ണിനെ 24 വയസ്സുള്ള ആൾ. മനസ്സിലായോ? 12 വയസ്സുള്ള പെണ്ണിനെ 30 വയസ്സുള്ള പുരുഷൻ. ഏത് പുരുഷനും കൃത്യമായി വയസ്സ് പറഞ്ഞു, പെണ്ണിനും. ഇനി ഞാൻ ഈ മനുസ്മൃതി അനുസരിച്ച് ഇന്നത്തെ 25-നെ ഒന്ന് പഠിച്ചിട്ട് പറഞ്ഞോട്ടെ നിങ്ങളോട്. 25 വയസ്സുള്ള പെണ്ണിനെ 70 വയസ്സുള്ള യുവാവ്, യുവകോമളൻ, സുന്ദരൻ, ഹോളിവുഡ് താരം കെട്ടണം. മനുഷ്യനായി ജനിച്ച് നിയമത്തിന്റെ പാഠങ്ങളും ഇവരൊക്കെ നിയമത്തിൽ കോടതി കയറി വിധിച്ച ആ സമൂഹത്തിന്റെയും ആ കേസിന്റെ അവസ്ഥ എന്താവും? 70 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരന് ഇന്ദ്രിയം വരുമോ? വെൽപ്പക്കാരി. എന്തിനാ കല്യാണം? അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണിലേക്ക് നോക്കിക്കാനോ? ഇനി 70 വയസ്സുള്ള ഒരു പുരുഷൻ 25 വയസ്സുള്ള പെണ്ണിനെ കെട്ടിന്ന് വിചാരിച്ചു. അയാൾക്ക് ആദ്യം ജനിച്ച ഒരു പെൺകുട്ടിയാ. എത്രാമത്തെ വയസ്സിൽ അയാൾക്ക് അയാളെ മോളെ കല്യാണം കാണാൻ കഴിയുക? 95-ാമത്തെ വയസ്സിൽ. അയാൾ ഉണ്ടാവോ? അയാളെ കെട്ടിയോളുണ്ടാവോ? ഇനി നിങ്ങൾക്ക് ഞാൻ വേറൊന്ന് പറഞ്ഞുതരാം. ഇവിടെ എതിർക്കപ്പെടേണ്ടേ? ഞാൻ വളരെ രസകരമായൊരു ചോദ്യം ചോദിച്ചോട്ടെ. കോഴിക്കോട് മുഗദാറ് യത്തീംഖാനയിലെ പെൺകുട്ടിന്റെ കല്യാണം വിവാദമായത് എന്തുകൊണ്ടാ? ഇനി ഞാൻ പറയുന്നത് തലച്ചോറുത്തിരി വർക്ക് ചെയ്യുന്നവരും ആലോചിക്കുക. മുഗദാറിലെ അറബി കല്യാണം വിവാദമായത് പെണ്ണിന് 16 ആയി എന്നുള്ളതാണോ അല്ലേ? ഇനി പറയുന്ന പോയിന്റ് ശരിക്കും ശ്രദ്ധിക്കണം. പെണ്ണിന് 16 വയസ്സായത് കൊണ്ടാണോ അത് വിവാദമായത്? അല്ല. ആ പെണ്ണിനെ അറബി ഉപേക്ഷിച്ചു എന്നുള്ളതല്ലേ വിവാദമായത്? അപ്പൊ വിവാദമായത് പ്രായ. ഇനി അതുമല്ല, ഇതിലൊരു തമാശയും കൂടി എനിക്ക് തോന്നുക. അറബി അവിടുന്ന് വന്നു, ഈ 16 വയസ്സായതുകൊണ്ട് എന്റെ ഇഷ്ടത്തിനൊന്നും പറ്റൂല, പോയിക്കോ, ഒരു 38 വയസ്സാകട്ടെ എന്ന് പറയോ? എടാ ചെങ്ങായി, ഒരു അറബിന്റെ മുമ്പിൽ ഒരു 16 കിട്ടിയാൽ ഓന് ഇതിനേക്കാൾ വലിയ സന്തോഷം എന്താടോ? ഓൻ തിന്ന ഭക്ഷണം അനുസരിച്ച് 16-കാരനെ കിട്ടി. ഞാൻ എന്നെ കൊണ്ട് തോന്നിയാസം പറയിപ്പിക്കരുത് നിങ്ങൾ. ഞാൻ ഇവിടുത്തെ സാഹിത്യകാരന്മാർ പേനവുന്തികളുണ്ടല്ലോ, ഈ നാടിനെ ഏറ്റവും അപമാനവിഹരത്തിൽ നയിച്ച പേനവുന്തികളും ചാനലുകാരും പത്രക്കാരും ഓരോടെ ഞാൻ പറയുന്നത്. ആരെങ്കിലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പൊ ഞാൻ 40 വയസ്സുള്ള ഞാൻ ഒരു 16-കാരനെ 2ാം കെട്ട് എട്ടി തുടിക്കോ?
ഞാൻ പറയാ എനിക്ക് 16 ആയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് തൃപ്തിയും സുഖമൊന്നും കിട്ടില്ല, ഈ പൊയ്ക്കോന്ന്. ചെങ്ങായി തലച്ചോറ് കൊടുക്ക്. 16 ആയതുകൊണ്ടല്ല വിവാദമായത്, ഓൻ ഇഷ്ടപോയതുകൊണ്ടാ വിവാദമായത്. ഇനി 25 എടുത്ത് ഉപേക്ഷിച്ചു പോയി, അപ്പൊ വിവാദമാകുവോ? അത് വിവാദമാകുവോ? ശൈശവാകുവോ? എന്താ നിങ്ങൾ പറയും? എന്റെ അമ്മ, എന്റെ മുത്തമ്മ, ഞങ്ങൾ 7 മക്കളാ. എന്റെ അമ്മാനെ 12ാമത്തെ വയസ്സിലെ എഞ്ചിനീയറായ എന്റെ വാപ്പ കല്യാണം കഴിച്ചു. എന്തെങ്കിലും ഒരു പുകലുണ്ടായോ നാട്ടില്? 12 വയസ്സ്. ഇവിടെ എന്റെ പ്രസംഗങ്ങൾക്ക് കുറച്ച് പ്രായം ചെന്ന ഹൈന്ദവരും CPM-കാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ അമ്മന്റെ പ്രായോ അച്ഛന്റെ പ്രായോ അതിനപ്പുറം ഒന്ന് ചോദിച്ചൊക്കെ 7ാം വയസ്സ് കല്യാണം കഴിച്ചവരുണ്ട്. എന്റെ കുടുംബത്തിൽ ഇപ്പോഴുണ്ട് 9 വയസ്സിൽ 11 മക്കളുള്ള സ്ത്രീ ആരോഗ്യഗതഗാത്രയായി. ആ മക്കൾ മുഴുവൻ സമൂഹത്തിന്റെ ഭാഗ. ഞാൻ പറയുന്നത് 12 വയസ്സുള്ള എന്റെ അമ്മാനെ കല്യാണം കഴിച്ച് 13ാമത്തെ വയസ്സിൽ എന്റെ ബാപ്പ ഉപേക്ഷിച്ചാൽ അത് വിവാദാവും. അറബി ചെങ്ങായി പെണ്ണിന് 16 വയസ്സ് കെട്ടിയതല്ല വിവാദമായത്, ആ കുട്ടീനെ ഉപേക്ഷിച്ചു പോയതാ. 16 വയസ്സുള്ള ഒരു പെണ്ണിനെ ഞാൻ കല്യാണം കഴിച്ചു നേരിച്ചോ? ഞാൻ അവളെ ഏറ്റവും നന്നായി നോക്കി, അങ്ങേയറ്റം സ്നേഹിച്ചു, സംരക്ഷിച്ചു. അവിടെ ആർക്കാ കുഴപ്പോ? ഇനി ഏറ്റവും രസം എന്താ അറിയോ? 15 വയസ്സും 16 വയസ്സുള്ള, ഞാൻ പറഞ്ഞല്ലോ 2003, 2005, 2007, 2009 ഒക്കെ ഇവിടെ 15ലും 16ലും കല്യാണം കഴിഞ്ഞു, കോടതി ശരിവെച്ചു. അതൊക്കെ മുസ്ലിങ്ങളായിരുന്നു. അത് അവിടുത്തെ കുഴപ്പം. മുസ്ലിമായ മാത്രമേ ശൈശവം. ഇനി ശിശു ശൈശവം എന്നൊക്കെ പറഞ്ഞാൽ എന്താ? ഇപ്പൊ എവിടെ എഴുതിയല്ലോ, വിദ്യാഭ്യാസം മുടക്കി, ഞങ്ങൾക്ക് 18 വരെ വിദ്യാഭ്യസിക്കണം. ഹാഫിസ് മുഹമ്മദ് കയ്യടി കിട്ടാൻ വേണ്ടി എഴുതുന്ന ഒരു എഴുത്തുകാരനാണ്. വലിയൊരു സാഹിത്യകാരന്റെ മോനായി പോയി എന്നുള്ളൊരു വേദന എനിക്കുണ്ട്. പക്വതയുള്ളൊരു സാഹിത്യകാരന്റെ മോൻ ഇങ്ങനെ ആവരുത്. അയാൾ പറയണേ 16ാമത്തെ വയസ്സ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാഥമിക ഘട്ടാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിനെതിരാണത്. ഞാൻ ലോകത്തെക്കുറിച്ച്, അതായത് തവളകളെ, ഈ കുണ്ടിലെ തവള എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അതാകരുത് ഹാഫിസ് മുഹമ്മദ്മാര്. അതെന്താ? അതെന്താ? ന്യൂയോർക്ക് എവിടെയാ മക്കളെ? അത് എവിടെയാ? ന്യൂയോർക്ക് എവിടെയാ ഷമീറെ? എവിടെയാ? അമേരിക്കയിലല്ലേ? ന്യൂയോർക്ക് പോയിട്ടില്ലേ? ആ, അവിടെ എത്ര വിവാഹപ്രായോ? 14 വയസ്സ്. എത്ര? അപ്പോ 9ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് വിവാഹം. അപ്പൊ വിദ്യാഭ്യാസത്തിനെതിരെ അമേരിക്ക. പോളണ്ട്, കമ്മ്യൂണിസ്റ്റ് രാജ്യം, വയസ്സെത്ര മക്കളെ? 14. റൊണാൾഡോ, റിവാൾഡിനിയോ, കാക്ക, ഇതൊക്കെ ഏത് ടീമിലെ കളിക്കാരാ? ഏത് ടീമിലെ കളിക്കാരാ മക്കളെ? ആ പറ ഏതാ മോനെ? ബ്രസീൽ പെൺകുട്ടിക്ക് വയസ്സെത്രയാ കല്യാണ പ്രായോ? 14. ഓ, വിദ്യാഭ്യാസത്തിനെതിരെ. അതുപോലെ ലോക രാജ്യങ്ങളിൽ ക്രിസ്ത്യാനികളുടെ ഏറ്റവും വലിയ കേന്ദ്രം വത്തിക്കാൻ, വയസ്സെത്രേ? 14. ജോർജിയ, വയസ്സെത്രേ? 14. ഈ അതായത് 500 രാജ്യം ലോകത്തുണ്ടെങ്കിൽ 250 രാജ്യത്തിലെ വയസ്സ് 16. ഇനി പറയൂ പേരഉണ്ടികളെ, സ്വാർത്ഥ താല്പര്യക്കാരെ, മതത്തോട് ഇസ്ലാമിനോട് കുതിര കയറുന്ന എഴുത്തുകാരെ, മുസ്ലിം നാമധാരികളായ കുഫ്രിയത്തിന്റെ കൂട്ടാളികളെ പറ, ആ രാജ്യത്ത് പറഞ്ഞ നിയമവും ഈ പറഞ്ഞ പീഡനവും പെണ്ണിന് വിദ്യാഭ്യാസം ഒന്നുമില്ലേ? ന്യൂയോർക്കിൽ 14, വത്തിക്കാനിൽ 14, പെരാഗയിൽ 14. കഷ്ടം. അഞ്ജനമെന്നത് ഞാനറിയും മഞ്ഞൾ പോലെ വെളുത്തിട്ട്, ശൈശവമെന്നത് ഞാനറിയും അത് 16 ശേഷ. അങ്ങനെയാ? ഇനി ഞാൻ നിങ്ങൾക്ക്, എനിക്ക് സമയമല്ല, 13ന്റെയും 16ന്റെയും ഇടക്ക് കല്യാണം കഴിച്ചിട്ട് ലോകത്തെ ഏറ്റവും ഉപകാരപ്പെട്ടവരുടെ പട്ടിക. ശരി, 18 കല്യാണം കഴിച്ചാൽ അവസ്ഥ എന്താ? ഇവിടെ ഇസ്ലാം ആവശ്യപ്പെട്ട എന്തേ ഉള്ളൂ എന്നറിയാം കേരളത്തിൽ. അത് നിങ്ങൾ മനസ്സിലായിക്കോളി. പെണ്ണിന്റെ പ്രായം 16 ആക്കണം എന്നല്ല. ഇവിടെ ആരും അത് പറഞ്ഞില്ല. ആരും പറഞ്ഞില്ല. എന്നാ തെളിയിക്ക്. ആരും പറഞ്ഞില്ല. ഇനി ഏതെങ്കിലും വിവരം കിട്ടും പറഞ്ഞിട്ടോ പിൻവലിച്ചിട്ടുണ്ടാവണം. എന്താ പറഞ്ഞത് അതും അറിയില്ല. കാള വെച്ചു, കയറെടുത്തു, ഇത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പൊ ബാംഗ്ലൂരിലും കോയമ്പത്തൂരും ഒക്കെ കുറെ കുട്ടികളെ കൊണ്ടുപോയി ചേർത്തുണ്ടല്ലോ, അച്ഛനമ്മമാര്, ബാപ്പമാര്, ഉമ്മമാര്, അല്ലേ? 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ് പഠിച്ച കുട്ടി എത്ര തവണ ഗർഭിണിയായിട്ടുണ്ട് കോഴിക്കോട്? 3 തവണ മിനിമം, അല്ലേ? 3 തവണ മിനിമം. ഈ കുട്ടിനെ 25 വയസ്സാകുന്നവരെ കാത്തുക്കണ്ണാസി പറയുന്നത് അമ്മൂമ്മയായിട്ട്, പക്ഷെ വിവാഹം കഴിച്ചിട്ടില്ല. ആരൊക്കെ കയറി നെരങ്ങിയിട്ടുണ്ട്, കുട്ടികളും ഉണ്ടാക്കിയിട്ടുണ്ട്, അതേതോ കണ്ടത്ത് കൊണ്ട് ഇട്ടുകയും ചെയ്തിട്ടുണ്ട്. എന്തൊരു തത്വം! അതൊരു ജസ്റ്റിസ്. കയ്യടി കിട്ടാൻ വേണ്ടി എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്യുന്ന ഈ ജാതി ആളുകളായി നാടിന് ശാപം. വസ്തുത പഠിച്ചു പറ. ഞാൻ ഇനി ഇവിടെ ഇരിക്കുന്നവരോട്, ഇവിടെ കൊയിലാണ്ടി വലിയൊരു ബാനർ വെച്ചിട്ടുണ്ട്,
വെച്ചതാരാന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ആ വെച്ചോലോട് എന്റെ കൂടെ ഒന്ന് വരാൻ ധൈര്യം ഉണ്ടോ? 1 ലക്ഷം കേരളത്തിലെ ജാതി മതഭേദമന്യേ വീട്ടിൽ കയറി 25 വയസ്സ് വരെ എന്റെ പെൺകുട്ടി ജീവിക്കട്ടെ, പഠിക്കട്ടെ, 25ാമത്തെ വയസ്സ് കല്യാണം കഴിച്ചാൽ എന്ന് പറയുന്ന ഒരമ്മയെ നിങ്ങൾ കാണിച്ചു തന്നാ, ഒരമ്മയെ ഞങ്ങൾ പറയണ പണിയുള്ളൂ. ഇന്നത്തെ അവസ്ഥ എന്താ അറിയോ? ഞാൻ മനസ്സ് തട്ടി ചോദിച്ചു, മനുഷ്യനായി പറഞ്ഞല്ലോ, മനുഷ്യനായി ജീവിച്ചു മരിക്കണം എന്നുള്ളതുകൊണ്ട് ചോദിക്കാൻ ഞാൻ ചോദിക്കുന്നത്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു അച്ഛനും അമ്മ ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ 25ഉം 18ഉം വയസ്സിലെ കാത്തുക്കാൻ പറ്റുന്ന വിത്തിലാണോ മോളെ പോക്ക്? ആണോ? നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ജീവിതത്തിലെ 99% സമയവും ട്രെയിനിൽ കഴിച്ച ഒരാളാണ് ഞാൻ. ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ ട്രെയിനിൽ, ലോകത്ത് എവിടെ പോയാലും ട്രെയിൻ സംവിധാനം അവിടെ ഒക്കെ പോയിട്ട്. ഞാൻ ചോദിക്കുന്നത്, മക്കളെ പറ്റി നിങ്ങൾ എന്താ വിചാരിച്ചു? വടകര റെയിൽവേ സ്റ്റേഷനിൽ പർദ്ദ ധരിച്ച മോളെ ആയിരിക്കും കൊണ്ടുപോവുക. പക്ഷെ വടകരയെന്ന് ആ ട്രെയിൻ തലശ്ശേരി എത്തുമ്പോ നീ ഒന്ന് കേറി നോക്ക്, അടുത്ത കമ്പാർട്ട്മെന്റിൽ, ഇപ്പുറത്തെ കമ്പാർട്ട്മെന്റിൽ മോള് ഇരുന്ന സീറ്റിൽ ഒരു പെണ്ണിരിക്കുന്നുണ്ടാവും. അത് എന്റെ മോള് തന്നെ, പക്ഷെ എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഓളൊരു കോണക കൊടുത്തിട്ടുണ്ടാവും, ഒരു ബനിയൻ ഷർട്ട് ഇട്ടുണ്ടാവും. അപ്പൊ പർദ്ദ അവിടെ പോയി, അതോളെ ബാഗിൽ എത്തിയിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ആഴ്ച ബാംഗ്ലൂരായിരുന്നു. സത്യം, ഞാൻ അന്ന് എനിക്ക് തോന്നിയത് എന്റെ അപ്പുറത്തിരിക്കുന്ന ആ കുട്ടിയെ ഒരു കത്തി കിട്ടിയ കുത്തിയെടുക്കുന്ന ആളെന്നാ തോന്നി. എന്തുണ്ട് തേപിടിച്ച് കഴിട്ട്, വേറൊന്നല്ല. ഞാൻ ഏത് ജാതി മതവും പറയല്ല. ആ കുട്ടി ബാംഗ്ലൂരിൽ നിന്ന് വരുമ്പോ എത്ര പേരെ കയ്യിലും കൗത്തിലും കാതിലും കിസ് ചെയ്ത് ഫോട്ടോ എടുക്കുന്നു. നാട്ടുകാർ കാണുന്നുണ്ട് എന്നുള്ള ബോധം, ജനങ്ങൾ അറിയുന്നുണ്ട് എന്നുള്ള ബോധം, ഞാൻ മനുഷ്യനായിട്ട് ജനിച്ചെന്നുള്ള മനുഷ്യത്വത്തിന്റെ ബോധം, സത്യം അതില്ല. എന്നിട്ട് അവൾ ചെയ്ത പണിയൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് താമരശ്ശേരി എത്തിയപ്പോ ഈ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന ബസ്സുകളിൽ സ്ലീപ്പർ കിടക്കാൻ സൗകര്യമുണ്ട്. അവിടെ അന്യ പുരുഷന്റെ കൂടെ നമ്മളെ മക്കൾ അന്തി ഉറങ്ങുന്നു. എന്നിട്ടൊരു പെണ്ണിനാണെങ്കിലും മാക്സിമം ചെയ്യാൻ പറ്റുന്നൊക്കെ അവിടെ ചെയ്യുന്നു. നിഷേധിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഒറ്റപ്പെട്ട സംഭവമല്ലത്, ഒറ്റപ്പെട്ടതല്ല ഇത്. ഞാൻ പറയണു, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ. താമരശ്ശേരി എത്തിയപ്പോ കാമുകൻ ഇറങ്ങിപ്പോയി. പിന്നെ അവൾ ചെയ്യുന്നതയോ, ഏറ്റവും നല്ല ഡ്രസ്സ് ബസ്സിൽ തന്നെ ധരിക്കുന്നു. കാരണം എന്താ? അച്ഛൻ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നു, അമ്മ റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിൽക്കുന്നു. അമ്മയുടെ അടുത്ത് ഞാൻ നല്ലോളാ. ഇങ്ങനെയുള്ള മക്കളെ 25 വയസ്സ് വരെ വെക്കണം അവിടെ. എന്തിനാ വിവാഹം? സർവത്ര ഏത് പെണ്ണും ആണായിട്ട് ബന്ധപ്പെടുന്ന പിന്നെ വിവാഹം വേണോ? നിയമം വേണോ? നിയമാവലികൾ വേണോ? 13 വയസ്സുള്ള ഒരു മോള് മറുകണ്ഠ ചാടും തോന്നി. ഇനി അച്ഛനും അമ്മയും മരിച്ചു, ബാപ്പയും ജ്യേഷ്ഠനും മരിച്ചു. ഒരു സ്ത്രീ വിധവയായ, അവർക്ക് 3 പെൺകുട്ടികളുണ്ട്. 13ാമത്തെ വയസ്സിൽ തന്നെ പ്രേമിക്കാൻ തുടങ്ങി എന്നുള്ള കംപ്ലൈന്റ് അധ്യാപകര് പറയാ. ചെക്കന്മാരെ കൂടെ പോകുന്നു എന്നുള്ള കംപ്ലൈന്റ് കേൾക്കുക. ആ കുട്ടിനെ 18 വരെ വെക്കേ, 29 വരെ വെക്കേ, 45 വയസ്സ് വരെ വെക്കേ എന്നാണ് പറയുന്നത്. അപ്പൊ സാമൂഹ്യ ബോധം എന്നൊരു സംഗതിയില്ല, ധാർമ്മികത എന്നൊരു സംഗതിയില്ല. എന്ത് ഞാൻ അവിടെ പഠിക്കണേ? ഇപ്പൊ പറഞ്ഞല്ലോ പഠിപ്പിന്റെ മൂല്യം. ഞാൻ പറയുന്നു, കേരളത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പെട്രോൾ ഒഴിച്ച് കത്തിച്ചപ്പോൾ ഒരു തെറ്റില്ല ലോകത്ത്. ഇവിടെ എന്താ പഠിപ്പിക്കണത്? ഏറ്റവും കൂടുതൽ റാങ്കിങ് നടത്തുന്ന ആരാ? എഞ്ചിനീയറിന്റെ കുട്ടികളല്ലേ, ഡോക്ടർമാരല്ലേ. സാധാരണ പാടത്ത് കപ്പക്ക് വിത്തിറക്കുന്ന പാവപ്പെട്ടവൻ ഓൻ ഈ ഷെറ് ചെയ്യണില്ല. ഞാൻ കുറച്ച് ആത്മരോഷം പറയാൻ, ഞാൻ ഈ കരുത്തത്തെ പ്രിൻസിപ്പാളെ കൊന്നു 3 മക്കള്. എടാ അണ്ണാമൽ ഏത് യൂണിവേഴ്സിറ്റിയിലായിരുന്നു? കഴിഞ്ഞ ദിവസം പത്രത്തിൽ എഡിറ്റോറിയൽ വായിച്ചില്ലേ? എന്തിനാ? സൈബർ സെക്സ് ആസ്വദിച്ചതിന്റെ പേരിലോ സിനെന്തോന്ന് ഗുരുനാഥൻ പറഞ്ഞു. ഓർമ്മയിലില്ല. എവിടെ നമ്മുടെ ലോകം? നമ്മുടെ മക്കൾ 300ഉം 400ഉം പെണ്ണുങ്ങളായിട്ട് ഡെയിലി നേരം എടുക്കുന്നതിന് മുമ്പ് ബന്ധപ്പെടുന്നു, ചാറ്റിങ്ങിലൂടെ, ചീറ്റിങ്ങിലൂടെ. എന്ത് വിദ്യാഭ്യാസം? I was not regarded as a bright boy at high school, but I always enjoyed the affection of my teacher. Certificate of progress and character used to be sent to the parents every year. I never had a bad certificate. മഹാത്മാഗാന്ധി പറഞ്ഞ, എനിക്ക് നല്ല മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ നല്ല മനുഷ്യനായിരുന്നു. ഇന്നോ 100ൽ 110 മാർക്ക്, വ്യഭിചാരത്തിലോ 950 മാർക്ക്. അതേ കുട്ടിക്ക്. എന്നിട്ട് അവൻ പറയുന്നത് 18-30. എന്താണോ വിദ്യാഭ്യാസം? എന്താ ഇന്നത്തെ വിദ്യാഭ്യാസം? ഞാൻ ഉറച്ചു പറയുന്ന SLC വരെ പഠിച്ചോ, അത്ര മതി, അത്ര മതി. ഇന്നത്തെ ലോകത്ത് നിങ്ങൾ ഇന്ന് എന്താ അറിവിന്തിരിപ്പെന്ന് വിളിച്ചാൽ. ട്രെയിനിലൊന്ന് കയറി നോക്കുമ്പോനെ നമ്മുടെ പെൺകുട്ടികളും ആൺകുട്ടികളും കാണിക്കുന്ന തോന്നിയാസത്തിന്. ഞാൻ ഇന്നലെ ഒരു പെരുന്നാൾ ദിനം തിരുവനന്തപുരത്തെ ഈദ്ഗാഹ് കഴിഞ്ഞ് കയറിയതാ. 7 മണിക്ക് 7:20 7:28 കോഴിക്കോട് വന്ന്. അതുവരെ ഞാൻ സഹിച്ച അവിടെ ഏറ്റവും സീനിയർ ആളുകൾ ഇരിക്കുന്നിടത്ത് പാട്ടും കൂത്തും യുവാക്കള്, ചെവിയിൽ മറ്റേ സാധനം. എവിടെ മുതൽ? തിരുവനന്തപുരം മുതൽ കോഴിക്കോട് എത്തിയിട്ട് നിന്നിട്ടില്ല.
ആടുന്നു, പാടുന്നു, കളിക്കുന്നു. ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ മനുഷ്യരെ? ജീവിതത്തിന്റെ ലക്ഷ്യം എന്താ? കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് മത്തട്ടെ തലമൂടിയ പെണ്ണുങ്ങളിലെ മുസ്ലിം മാപ്പിളച്ചികള് 2 എണ്ണം ട്രെയിൻ അടിച്ച് തൂഫാനായി പോയി. എന്താ? എയർഫോൺ വെച്ച് തോന്നിയാസം കേൾക്കുക, ആടുക, പാടുക. ട്രെയിന് വന്ന് ചമ്മന്തി പോലെ പത്തിരിക്ക് പോലും കൂട്ടാൻ പറ്റില്ല, കാരണം തീട്ടടക്കം ഉണ്ടാവുമല്ലോ. ഞാൻ വിഷമിക്കണം. എവിടെയൊക്കെ നാടിനെ കൊണ്ടുപോണത്? ഇവിടുത്തെ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും ബാക്കിയുള്ളവരും എങ്ങോട്ട് കൊണ്ടുപോയത്? പടച്ചോ എനിക്ക് പുറത്തു തരട്ടെ എന്റെ വാക്കുകൾക്ക് മൂർച്ച കൂടിയിട്ടുണ്ടെങ്കിൽ. ഈ രാജ്യത്തെ സ്നേഹിക്കുന്നു, നാടിനെ സ്നേഹിക്കുന്നു, ഒരു സമൂഹത്തെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് വളർത്തി മക്കൾ ചതിക്കുന്നു അച്ഛനെ അമ്മയും. നിങ്ങൾക്കറിയോ, കഴിഞ്ഞ ദിവസം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തുന്നവരെ ഒരു പെണ്ണ് മറ്റൊരുത്തന്റെ മാറിടത്തില്ല, പരസ്യമായി കിസ് ചെയ്യുന്നു. അപ്പൊ ഇന്ന് പോലും ട്രെയിനിൽ രാവിലെ ഇറങ്ങിയപ്പോ എനിക്ക് കാണാൻ കഴിഞ്ഞ ഇത് ഞാൻ പറയുന്നത് നമ്മൾ എങ്ങോട്ട് നോക്കിയാലും ഇതാണ് കാഴ്ച. ഇതെങ്ങനെ ഉണ്ടായി ഇവിടെ? ഇതെങ്ങനെ ഉണ്ടായി? ആരിവിടെ ശ്രദ്ധിക്കുന്നു? ഒരു പെണ്ണിനെ നിയമപ്രകാരം 16 കെട്ടിപ്പോയി എന്നുള്ള കുഴപ്പം അല്ലേ? മാത്രമല്ല ഒരു പെണ്ണ് 16കാരി എനിക്ക് എന്താ പറയാ, എനിക്ക് സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് ആരുടെ കൂടെയും പോകാം, അതിന് 16ആം നിയമം. കല്യാണോ 18. ഇതിന്റെ ഒരു ഇരട്ടത്താപ്പ് എന്താണ്? ഇപ്പൊ ഒരു പെണ്ണ് പറയാ എനിക്ക് 16ാമത്തെ വയസ്സിലാകാം. ശരി, ഇനി പെണ്ണിന് പ്രായം നിശ്ചയിക്കാൻ കൊടുക്കുക. എന്നാ അവിടെ എന്താ സ്ഥിതി? നല്ല കോലം ഉണ്ടാവും. 9ാമത്തെ വയസ്സിലെ കുട്ടി പറയും എനിക്ക് 3 പുരുഷനെ ഒരു അന്തിക്ക് കിട്ടണോന്ന്. അങ്ങനത്തെ ലോകത്തെ നമ്മൾ ജീവിക്കണേ. ആലോചിക്ക്, അങ്ങനത്തെ ലോകം. അതുകൊണ്ട് പെണ്ണും ആണും നിയമം ഉണ്ടാക്കുമ്പോ മനുഷ്യന് ഉപകാരത്തിനാ. ഇസ്ലാം പ്രായം പറഞ്ഞില്ലല്ലോ. എന്തേ പ്രായം പറയാത്ത? പ്രായമല്ല, വിവാഹത്തിന് സാഹചര്യങ്ങൾ ഒത്താൽ. എന്തിനാണോ വിവാഹം, അതിന്റെ അവസരമായാൽ അത് ചെയ്യണം. ഇപ്പൊ സാധാരണ ലളിതമായൊരു ഉദാഹരണം പറയാ. പശു കരയുന്നു ഭയങ്കരമായി. അമ്മ പറയും ചവിട്ടിക്കാനായിട്ടുണ്ട് ലേ ലേ. എന്താ കാരണം? ഇപ്പൊ ലൈംഗികത ഇതിലൊരു പ്രധാന ഘടകമാണല്ലോ. എല്ലാവരും സമ്മതിച്ചല്ലോ. തലമുറകൾ നിലനിർത്തണം ലേ, ഒക്കെ വേണം. എന്താ എല്ലാരും ഇവിടെ ശൈശവ വിവാഹം പറഞ്ഞു. ഞാൻ മറ്റൊരു വശവും കൂടി പറയാം നിങ്ങൾക്ക്. വാർദ്ധക്യ വിവാഹത്തെയും കൂടി രാജ്യം എതിർക്കേണ്ടതുണ്ട്. ഇവിടെ ചില സമുദായങ്ങളിൽ 48 വയസ്സുള്ള പുരുഷൻ 37 വയസ്സുള്ള പെണ്ണിനെ കെട്ടുന്നു. എന്താ കാര്യം? ദാമ്പത്യത്തിന്റെ. ഇയാൾ മരിച്ചു പോയിട്ടായിരിക്കും. ഇയാൾ മരിക്കുമ്പോ ഭാര്യ ഗർഭിണിയായിരിക്കും. എന്താ കഥ? ആ കുഞ്ഞിനെ കാണാൻ കഴിയോ? ആ കുഞ്ഞിന് അച്ഛൻ എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അച്ഛന് കുഞ്ഞിനെന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് പ്രായമല്ല പ്രശ്നം, പ്രായമല്ല. വിവാഹം എന്തിനേന്ന് ആദ്യം നിർവചിക്കുക, എന്നിട്ട് പ്രായം ചർച്ച ചെയ്യും. അത് ഞങ്ങള് 16 ആക്കണമെന്നല്ല കേട്ടോ, ആരും തെറ്റിദ്ധരിക്കണ്ട. 18 ആക്കണമെന്നുമല്ല, 18നോട് ഞങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നുമല്ല. വിവാഹം എന്തിനെ എന്ന് പറഞ്ഞാലേ വിവാഹപ്രായം എന്താന്ന് പറയാൻ പറ്റും. അതിനാദ്യം എന്താണ് വിവാഹം? ഞാൻ യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ആഫീസ് മുഹമ്മദിനോടും ഒക്കെ ചോദിക്കും, എന്താണ് വിവാഹം? MN കാരശ്ശേരി അടക്കമുള്ള ആളുകളോട് ഞാൻ ചോദിക്കുന്നു, എന്തിനാണ് വിവാഹം? അത് നിങ്ങൾ ആദ്യം പറയും. അതിന്റെ മൊറാലിറ്റി എന്താണ്? അതിന്റെ മാനവികത എന്താണ്? അത് പറഞ്ഞോളൂ. അപ്പോ മതം എന്താന്ന് മനസ്സിലാവും. ഇവിടെ വിഷയം 16ആയി 18ആയി എന്നുള്ളതൊന്നല്ല. പെണ്ണിനെ സംരക്ഷിക്കാതെ ലൈംഗിക ദാഹത്തിന് വേണ്ടി പെണ്ണുപയോഗിച്ച് ഉപേക്ഷിക്കുന്നു. അത് പ്രായം കുറഞ്ഞുകൊണ്ടല്ല എന്ന് ഉറപ്പല്ലേ? പ്രായം കുറഞ്ഞുകൊണ്ടാണോ യഥാർത്ഥത്തിൽ ഒരുത്ത ഇട്ടുപോയത്? എന്താ നിങ്ങൾ പറയുന്നത്? പുരുഷനെ കുറിച്ച് അറിയാവുന്ന ആരെങ്കിലും പറയോ 16 വയസ്സുള്ള ഒരു പെണ്ണിനെ ഒക്കെ പ്രായം കുറഞ്ഞതിന്റെ പേരിലോളം വിട്ടേച്ചു പോയി? വല്ലാത്ത കഷ്ടം. പോയാ അപ്പൊ ഞാൻ എന്റെ ഭാര്യയെ കഴുത്തി അടിച്ച് കൊല്ലിയാൽ അതിന്റെ അർത്ഥം ദാമ്പത്യം വേണ്ടാതാ? എന്റെ സ്വഭാവം ഇല്ലാണ്ടാക്കണമെന്നല്ലാതെ. ഇവിടെ നമ്മൾ പലപ്പോഴും ചെയ്യലെന്തറിയോ? രോഗത്തിനല്ല ചികിത്സ. അങ്ങനെ നമുക്ക് കുട്ടി കരയുന്നു. കുട്ടി എന്തിനാ കരഞ്ഞ്? ഒരു കുട്ടി ഭയങ്കര കരച്ചില്. കരഞ്ഞ കുട്ടി മരിക്കുകയും ചെയ്തു. പത്രത്തിലൊക്കെ വന്നിരുന്നു. പല നിലക്കും മാതാപിതാക്കൾ കുത്തിച്ചീച്ചു അതിനെ, മിഠായി കൊടുത്ത്, ഇങ്ങനെയൊക്കെ കരച്ചില്. എന്താ സംഭവം? അതിട്ട ഷൂനടിയിൽ ഒരു കരിന്തേൾ ഉണ്ടായിരുന്നു. അത് കടിച്ചിട്ട് വിഷം കയറിയിട്ടാ കരഞ്ഞ്. അത് നോക്കിയില്ല, ആ ഷൂ അയച്ചു നോക്കിയില്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. കരഞ്ഞത് എന്തിനാ? അതല്ല അന്വേഷിച്ചത്. കുട്ടിന്റെ വായിൽ തുണി കുത്തിക്കയറ്റി. ഞാൻ പറയുന്നത് ഇവിടെ എന്തിനാ ചികിത്സ? ഇവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കുന്നില്ല, അവഗണിക്കുന്നു, അവരെ സംരക്ഷിക്കുന്നില്ല എന്നല്ലേ പ്രശ്നം. പെണ്ണിനെ സംരക്ഷിക്കേണ്ടവളാകുന്നു എന്നതല്ലേ പഠിപ്പിക്കേണ്ടത്. അതിനു പകരം പ്രായം വെച്ച് മണിക്കൂറുകൾ എഴുതി നീട്ടുക. അതാ ഞാൻ ചോദിച്ചത്.
14 വയസ്സിലുള്ളവരെ നിങ്ങൾ എന്ത് പറയുന്നു? ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ വയസ്സ് 14. 4 കൊല്ലം മുമ്പ് അതിന് നിങ്ങൾ എന്താ പറയാ? ആഫീസ് മുഹമ്മദ് എഴുതിയെന്നറിയോ? കാലിലെ ചോരപ്പാട് മാറാത്ത കുട്ടി 16. അപ്പൊ 14 അമ്മിഞ്ഞപ്പാലിന്റെ, അതായത് മാതാവിന്റെ സ്തന്യം കടിച്ചു കിടക്കുന്നിടത്തുനിന്ന് പെണ്ണെട്ടി അല്ല പിന്നെ പറയണ്ടേ? അതായത് 16 വയസ്സുകാരി ആഫീസ് മുഹമ്മദ് മുമ്പ് വെച്ച് എങ്ങനെ ചോരപ്പാട് മാറാത്ത കാല്. അപ്പോ ചിലി പിന്നെ ബ്രസീലിലും ന്യൂയോർക്കിലും ഒക്കെ 14 വയസ്സ് കല്യാണം കഴിക്കുമ്പോ ആഫീസ് മുഹമ്മദ് അവിടെ പോയാൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഗർഭപാത്രത്തിൽ കുട്ടീന്റെ കല്യാണോ? എന്റെ ചെങ്ങായി, ഈ ഇസ്ലാമിന് വേണ്ടി എഴുതുന്നവനായല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ അതിനെന്താ പറയാ? അപ്പൊ ഇവിടെ വിഷയം വയസ്സൊന്നല്ല. ഇസ്ലാമിനെ കൊഞ്ഞനം കുത്താൻ കിട്ടി. ഇതിന് മുസ്ലിമായി ഇസ്ലാമിനെ പറ്റി എഴുതിയ 4 കയ്യടിയിട്ട് നിങ്ങൾ പോലെ ഒരാൾ വേണം ഇസ്ലാമില്. അതിന്റെ കുഴപ്പവും മനസ്സിലായോ? അപ്പൊ ഞാൻ നിങ്ങളോട് പറയാ, വയസ്സും ഇതൊന്നല്ല. അവിടെ ഇസ്ലാം വിവാഹത്തിലൂടെ പലതും ലക്ഷ്യം വെച്ചു. തലമുറകൾ നിലക്കണം. പിന്നെ വിവാഹം കഴിക്കവൈ അമ്മയാകണം, മരുമകളാകണം, ഭർത്താവാകണം, അച്ഛനാകണം, അച്ഛനാകണം. അങ്ങനൊക്കെ ലക്ഷ്യമുണ്ട്. 70 വയസ്സുള്ള ഒരാൾ കല്യാണം കഴിച്ച അച്ഛനാവോ? ആവോ? നല്ലൊരു മരുവനാവോ? ഭാര്യന്റെ ഇഷ്ടത്തിനൊത്ത് അവളെ സന്തോഷിപ്പിക്കാൻ കഴിയോ? പിന്നെ എന്തെങ്കിലും ഈ പറയണേ? എന്തെങ്കിലും ഈ പറയണേ? അതുകൊണ്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് വീണ്ടും മടങ്ങും. ഈ ആകാശഭൂമികളെ സൃഷ്ടിച്ച ഏകനായ ദൈവത്തെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ എന്നാണ് ഇസ്ലാം പറഞ്ഞത്. ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനമായ കാര്യങ്ങളിൽ ഒന്നത് ലോകത്തിന്റെ തമ്പുരാനെ മാത്രമേ ആരാധിക്കൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമയില്ല, ഫോട്ടോ ഇല്ല, അവരുടെ ഖബർ കെട്ടി ഉയർത്തിയവിടെ ആരാധനകളില്ല, ഒന്നുമില്ല. ഈ ലോകത്തിന്റെ സൃഷ്ടാവ് അവനാണ് നമുക്ക് വായു നൽകിയത്. ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. വടകരയിലെ പുതിയ സ്റ്റാൻഡിന്റെ പരിസരത്തെ ഹൈവേയിൽ ഒരാൾ നിൽക്കുകയാണ് രാത്രി. അയാൾക്ക് കണ്ണൂർ പോണം. ഒരുപാട് വാഹനങ്ങൾക്ക് അയാൾ കൈ കാണിച്ചു. അവസാനം ഒരു കാർ ഡ്രൈവറെ നിർത്തി. ആ കാറിൽ കയറി കണ്ണൂരിൽ ചേർത്ത് ഇറങ്ങണം. കണ്ണൂരിലെ ടാക്സി സ്റ്റാൻഡിൽ അയാളെ ഇറക്കി കൊടുക്കുകയാണ്. ഒരുപാട് കാത്ത് മുഷിഞ്ഞു ക്ഷീണിച്ച് അയാള് കാറിൽ കയറി കണ്ണൂർ ടാക്സി സ്റ്റാൻഡിൽ ഇറങ്ങി. നിങ്ങൾ ശ്രദ്ധിക്കണം, കാറിൽ നിന്ന് ഇറങ്ങി അയാൾ നേരെ അവിടെ നിർത്തിയിട്ട് ഒരു ടാക്സിയിലെ ഡ്രൈവറോട് താങ്ക്സ് എന്നയാൾ പറഞ്ഞു. സത്യത്തിൽ എന്താ ഉണ്ടാവുക? അത്ഭുതമല്ലേ അത്? ആരോടാ താങ്ക്സ് പറയണ്ടേ? വടകരയിൽ നിന്ന് കാറ് നിർത്തി കേട്ടിയ ഡ്രൈവർ ആരോ അയാളോട്. പക്ഷെ അയാൾ നന്ദി പറഞ്ഞ ആരോടാ? അവിടെ നിർത്തിയിട്ട ടാക്സിക്കാരനോട്. അപ്പോ കൊണ്ടുവന്ന ഡ്രൈവർ വിചാരിക്കണം, എന്തൊരു നന്ദി കെട്ടവൻ, എന്തൊരു നന്ദി കെട്ടവൻ. ഞാൻ എത്രയും ദൂരം റിസ്ക് എടുത്ത് കയറ്റിയവൻ അവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ട് നന്ദി അവനതാ അപ്പുറത്തെ ടാക്സിക്കാരനോട്. തിരിച്ചും ആ ടാക്സിക്കാരൻ വിചാരിക്കും, ഇവൻ എന്തിനാടാ അപ്പനോട് നന്ദി പറഞ്ഞ്. അതുപോലെയാണ് നമ്മളെ കഥ. ദൈവത്തിന്റെ വായു, ദൈവത്തിന്റെ വെള്ളം, ദൈവം തന്ന കണ്ണ്, ദൈവം തന്ന കാത്, ദൈവം തന്ന ഹൃദയം, എല്ലാം ദൈവം തന്നത്. നന്ദി ഗുരുവായൂരപ്പന്, നന്ദി വിശാരിക്കാവിലമ്മക്ക്, നന്ദി ഉള്ളാളം തങ്ങൾക്ക്, നന്ദി മുഹമ്മദ് നബിക്ക്, നന്ദി യേശുക്രിസ്തുവിന്. എന്തൊരു കഥ! മനുഷ്യരെ എന്തൊരു നന്ദി കേട്! ഇന്നൽ ഇൻസാന ലിറബ്ബിഹി ലഖനൂത്. മനുഷ്യൻ എന്തൊരു വലിയ നന്ദി കെട്ടവനാണ്. സൃഷ്ടിച്ചു വായും വെള്ളവും നൽകിയ സിട്ടാവിനെ മറന്ന്, ലോകത്തിന്റെ നാഥനെ മറന്ന്, ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർദി റവാസി അൻ തമീദ ബികും വബസ ഫീഹാ മിൻ കുല്ലി ദാബത്തിൻ. അല്ലേ, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ആകാശഭൂമികളെ നാട്ടി നിർത്തിയ ലോകത്തിന്റെ നാഥൻ, ഭൂമിയെ ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയത്, ലോകരാജ്യങ്ങളെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ലോകത്തിന്റെ അധിപൻ, സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിക്കുന്നവൻ. അലം തറ അന്നല്ലാഹ യസ്ജുദു ലഹു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ് വശംസു വൽ ഖമറു വൻ നുജൂമു വൽ ജിബാലു വസ്സജറു വദ്ദവാബ് വകസീറുൻ മിനൻ നാസ്. ആകാശഭൂമികളിലുള്ളതെല്ലാം ദൈവത്തെ ആരാധിക്കുന്നു. ഏകദൈവാരാധന എത്ര മഹോന്നതമാണ്! ഒരു പൈസയും വേണ്ട. ബി.ആർ. അംബേദ്കറിന്റെ പ്രതിമ തകർക്കപ്പെട്ടു, 4 ആള് കൊല്ലപ്പെട്ടു. പക്ഷെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിമ ഇതുവരെ തകർത്തില്ല. ഇല്ല, അതുകൊണ്ട് തകർത്തില്ല. അതിന്റെ പേരിൽ കലാപം ഉണ്ടായില്ല. ബാബരി മസ്ജിദ് ഉണ്ടായത് എന്താ? അവിടെ ബാങ്ക് കൊടുക്കുന്ന മുഅദ്ദിൻ രാത്രി ഉറങ്ങിക്കിടക്കവേ ഒരു സ്വാമിജിയുടെ നേതൃത്വത്തിൽ ശ്രീരാമന്റെ പ്രതിമ നാട്ടപ്പെട്ടു. കലാപങ്ങളും വർഗീയ കലാപങ്ങളും ഈ നാട്ടിലുണ്ടായി. അതിന്റെ തുടക്കം എന്താ? ഒരു പ്രതിമയുടെ സ്ഥാപനം അല്ലേ? വേദഗ്രന്ഥം പഠിപ്പിച്ച എന്താ?
യജുർവേദം 32-ലെ 3-ാമത്തെ വാചകം എന്താ? നതസ്യ പ്രതിമാസ്തി. ദൈവത്തിന് പ്രതിമയില്ല. ദൈവത്തിന് പ്രതിമയില്ല. പക്ഷെ പ്രതിമയുണ്ടാക്കി, കലാപമുണ്ടായി. ഏകദൈവ ആരാധനയുടെ കേന്ദ്രത്തിൽ ബഹുദൈവത്വത്തിന്റെ ചിഹ്നം കൊണ്ടുവച്ചു. പ്രശ്നമുണ്ടായി. ആരാ പ്രശ്നം ഉണ്ടാക്കിയത്? ശ്രീരാമന, ശ്രീകൃഷ്ണന, യേശുക്രിസ്തുവ? ദൈവത്തിന്റെ മാലാകമാരാ? അഹം ബ്രഹ്മാസ്മി തത്വമസി എന്ന് ശങ്കരാചാര്യർ പറഞ്ഞ പടച്ചോമാര് അല്ലേ? ശങ്കരാചാര്യ സിദ്ധാന്തം അനുസരിച്ച് എന്താ? ലാൽകൃഷ്ണ അദ്വാനി ദൈവാൻ, വിനയ് കത്യാര് ദൈവാൻ, അശോക സിംഗാള് ദൈവാൻ, നരേന്ദ്രമോദി ദൈവാൻ. ഗുജറാത്തിന്റെ മണ്ണിൽ മരിച്ചു വീണ മനുഷ്യരാരാ? അത് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു പട്ടിക്കുട്ടി കുടുങ്ങി അങ്ങനെ ഉണ്ടാവും, അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞ ആള്. ഒലൊക്കെ ദൈവമാണല്ലോ. ശരി, ദൈവങ്ങൾ പിന്നെ എന്തിനു തല്ലണം? ദൈവങ്ങൾ പിന്നെ മറ്റൊരു ദൈവത്തെ ആരാധിക്കാൻ എന്തിനു പ്രതിഷ്ഠിക്കണം? ശങ്കരാചാര്യരുടെ സിദ്ധാന്തം അനുസരിച്ച് അഹം ബ്രഹ്മാസ്മി തത്വമസി, ഞാനും ദൈവങ്ങളും ദൈവം എങ്കിൽ പിന്നെ ഒരു ശ്രീരാമ ദൈവം പ്രതിഷ്ഠിക്കേണ്ടതുണ്ടോ? ഞാനും നിങ്ങളും ഒക്കെ ദൈവമാണെങ്കിൽ പിന്നെ എന്തിനാ വേറൊരു ആരാധ്യൻ? നമ്മളെക്കാൾ ഗുണവും കഴിവുള്ളവരല്ലേ ആരാധിക്കണത്? ഞാനും നിങ്ങളും ദൈവമാണ്, പിന്നെ എന്തിനാ ദൈവം? ശങ്കരാചാര്യരുടെ സിദ്ധാന്തത്തിന്റെ ഏറ്റവും വലിയ പരാജയമാണ്. എല്ലാവരും മനസ്സിലായിക്കോളെ. അതിന്നല്ലേ സൂഫി ചിന്ത, അനൽ ഹക്ക് അൻതൽ ഹക്ക്, ഞാനും ദൈവം നീയും ദൈവം. ഇതൊരിക്കലും ശരിയല്ല. ദൈവം വേറെ, സൃഷ്ടാവ് വേറെ, സൃഷ്ടി വേറെ. ലോകത്തിലെ എല്ലാ വേദവും പഠിപ്പിച്ച അങ്ങനെ. ശങ്കരാചാര്യർ മാത്രം അതിനെതിരായിട്ട് സംസാരിച്ചു. അഥവാ ഹിന്ദു മത വേദഗ്രന്ഥത്തിലെ യഥാർത്ഥ ഏകദൈവ വിശ്വാസത്തെ പൊളിച്ചെഴുതിയത് ശങ്കരാചാര്യരാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതിന്റെ ഒരു ദുരന്തം എന്താ? ഞാനും നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ ദുരന്തം എന്താ? കള്ളുഷാപ്പിന് മുമ്പിൽ 500 ആള് ക്യൂ നിൽക്കുന്നു വിചാരിക്കുക. നമ്മൾ എന്താ പറയേണ്ടത്? 500 ദൈവങ്ങൾ കള്ളു കുടിക്കാൻ ക്യൂ നിൽക്കുന്നു. അപ്പൊ ദൈവത്തെ കുറിച്ചുള്ള നമ്മുടെ കൺസെപ്റ്റ് എന്താ? ദൈവം പരിശുദ്ധനല്ലേ മനുഷ്യരെ? മാധ്വാചാര്യം ചോദിച്ചാൽ, ഞാൻ ചോദിച്ചല്ല. പരിശുദ്ധനായ ദൈവത്തിൽ എങ്ങനെ തിന്മ ആരോപിക്കും? കള്ളു കുടിക്കുന്ന മനുഷ്യൻ, കത്തിക്കുത്ത് നടത്തുന്ന മനുഷ്യൻ, കൊള്ള ചെയ്യുന്ന മനുഷ്യൻ, 3 മുൻ മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുക. അപ്പോ 3 ദൈവങ്ങൾ അതാ ജയിലിൽ കിടക്കുന്നു. എന്താ നിങ്ങൾ പറയുന്നത്? സൂഫിസം അതല്ലേ? അനൽ ഹക്ക് അൻതൽ ഹക്ക്. എന്താ ഇതിനർത്ഥോ? ഞാൻ ദൈവം നീയും ദൈവം, ബ്രഹ്മസത്യം ജഗത് വിദ്യ ജീവോ ബ്രഹ്മൈമനാപരാം. അത് പറഞ്ഞപ്പോ എന്ത് ഗുണം ഉണ്ടായത്? ഒരു ഗുണം ഉണ്ടായില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക, ദൈവം വേറെ, സൃഷ്ടി വേറെ. കാനായി കുഞ്ഞിരാമൻ ഒരു പ്രതിമ ഉണ്ടാക്കിയാല് അവാർഡ് കുഞ്ഞിരാമനാ, പ്രതിമക്കല്ല. ONV കുറുപ്പ് ഒരു കവിത രചിച്ചാൽ അവാർഡ് അദ്ദേഹത്തിന്റെ പ്രതിഭക്കാണ്. അദ്ദേഹത്തിലെ പ്രതിഭ, അയാൾക്ക് അവാർഡ്. പടച്ചോൻ സൂര്യൻ ഉണ്ടാക്കിയ പടച്ചോനാണ് ആരാധന. പടച്ചോൻ ആനൻ ഉണ്ടാക്കിയ പടച്ചോനാണ് ആരാധന. പടച്ചോൻ പശുവിനെ ഉണ്ടാക്കിയാൽ പശുവിനെ ഉണ്ടാക്കിയവനാ പടച്ചോൻ, ആ പടച്ചോനാണ് ആരാധന. അതാണ് ഇസ്ലാം ലോകത്ത് മുമ്പിൽ പഠിച്ചത്. പ്രവാചകൻ ഈ ലോകത്തോട് വിട പറയുമ്പോൾ പറഞ്ഞ ഏറ്റവും പ്രധാനമായ കാര്യം എന്റെ ഖബറിൽ ഉറൂസ് നടത്തരുത് എന്നാണ്. പടച്ചോനെ, എന്റെ ഖബറിൽ ഉറൂസ് നടക്കരുത്. പടച്ചോനെ, എന്റെ ഖബർ ആരാധിക്കപ്പെടുന്ന ബിംബമാകരുത്. അതാ പ്രവാചകൻ ലോകത്തോട് വിട പറയുമ്പോൾ ചെയ്ത്. പ്രവാചകന്റെ മുടി സ്വഹാബത്തിന്റെ കയ്യിലുണ്ടായി, തലമുറകളിലേക്ക് അവർ കൈമാറിയില്ല. ഇല്ല, പ്രവാചകന്റെ മുടി അവരുടെ ശരീരത്തിൽ മരണവേളയിൽ കഫംപുടവിടയിൽ കൂടെ ചേർത്ത് കബറടക്കി. മനസ്സിലായോ? ഞാൻ പറയണല്ല, സുന്നി കൃതികൾ പറയണ. മുആവിയ റളിയല്ലാഹുവിന്റെ കയ്യിൽ നബിയുടെ മുടി ഉണ്ടായിരുന്നു, നഖമുണ്ടായിരുന്നു, നബിയുടെ ജുബ്ബക്കുപ്പായം ഉണ്ടായിരുന്നു. അത് 3ഉം മുആവിയ റളിയല്ലാഹുവിന്റെ കഫംപുടവയിൽ വെച്ച് കബറടക്കി. അത് മ്യൂസിയത്തിലെത്തില്ല. അനസ് റളിയല്ലാഹുവിന്റെ കയ്യിൽ ഒരു വടി ഉണ്ടായിരുന്നു. ആ വടി അദ്ദേഹത്തിന്റെ ശരീരത്തോട് ചേർത്ത് കഫൻ ചെയ്ത് അദ്ദേഹത്തെ കബറടക്കി. ആ വടി പിന്നെ മ്യൂസിയത്തിലെത്തുകയില്ല. സഹാബികളുടെ കയ്യിലെ മുടി അതവരുടെ വെള്ളത്തുണിയിലിട്ടു. എന്നിട്ട് അവരെ അതിൽ കബറടക്കി പള്ളിക്കാട്ടിൽ കൊണ്ടുപോയി. ആ മുടി മ്യൂസിയത്തിലെത്തിയില്ല. കാന്തപുരത്തിന്റെ കൂടെ ജീവിച്ചവർ പറയുന്നു, ഉസ്താദ് കള്ളനാണ്, ഉസ്താദ് കളവ് പറയുകയാണ്, ഉസ്താദ് ചതിക്കുകയാണ്. ആ ചതിയിൽ പെട്ടുപോകരുത്, വഞ്ചനയിലും കാപട്യത്തിലും പെട്ടുപോകരുത്. മദ്യപാനം വർദ്ധിച്ചു വരുന്നു. ഇന്ത്യയിലെ 3 ഇരട്ടി ആളുകൾ കുടിക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. കുടിയന്മാരുടെ നാടാണിത്. ഇത്ര തിന്മകൾ നമ്മുടെ ചെറിയ മക്കൾക്ക് പോലും മദ്രസയിൽ പോകാൻ പറ്റുമോ? ഉസ്താദുമാർ വരെ പീഡിപ്പിക്കുന്നു, മൗലവിമാർ പീഡിപ്പിക്കുന്നു. 3 വയസ്സുള്ള പെൺകുട്ടിക്ക് പോലും സ്വസ്ഥമായി എഴുതി കിടക്കാൻ പറ്റുമെന്ന് ചാനലുകൾ നിർവഹിക്കുന്ന ദൗത്യം എന്താ മക്കളെ, സുഹൃത്തുക്കളെ? ചാനലുകൾ ലോകം നന്നാകാൻ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചാൽ ചാനലുകൾ കട്ട് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ അണ്ണാമലൈ കോളേജിൽ സീറ്റ് വാങ്ങിക്കൊടുക്കുക, എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത്.
മോളെ കയ്യിൽ നിങ്ങളാ കൊടുത്ത 15,000 മൊബൈലില്ലേ, അത് അടുപ്പിലേക്ക് വലിച്ചെറിഞ്ഞ് പെട്രോൾ ഒഴിച്ച് ചുടുക എന്നുള്ള ദൗത്യമാണ് ഒന്നാമതായി നിങ്ങൾക്ക് ചെയ്യാനുള്ളത്. രണ്ടാമതായി നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മോൾക്ക് കൊടുത്ത ലാപ്ടോപ്പ് കമ്പ്യൂട്ടറില്ലേ, അതിലെ ഇന്റർനെറ്റ് കണക്ഷൻ അത് നശിപ്പിക്കുക എന്നുള്ള നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ വീടുകളിലെ ചുമരിൽ തൂങ്ങുന്ന ഫ്ലാറ്റ് ടി വിയില്ലേ, മാറി മാറി 48, 58, 70 ചാനലുകൾ അത് കട്ട് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മക്കളോട് സ്നേഹമുണ്ടെങ്കിൽ മനസ്സിലായോ? പണ്ടൊക്കെ ബെഡ്റൂം പ്രൈവറ്റ് ആയിട്ട് റൂമിൽ ഡൈനിങ് ഹാളില് ലാൻഡ് ഫോൺ ഉണ്ടാവും, അത് റിങ് ചെയ്ത് എല്ലാരും കേൾക്കും. ഇന്ന് മോള് സൈലന്റിലാക്കി അവിടെ വെക്കും, അപ്പോ ആരും കാണൂല. അപ്പൊ ഹലോ അച്ഛനുണ്ട് പിന്നെ വിളിച്ചോ എന്ന് പറയും. ബെഡ്റൂമിൽ AC ആണ്, ഫാൻ ഇട്ടിട്ടുണ്ട്, പുറത്തേക്ക് ഒന്നും കേൾക്കില്ല. എല്ലാ തിന്മക്കും സ്വന്തം വീട്ടിൽ സൗകര്യം ചെയ്തു കൊടുത്തു. നാടും നഗരവും മാറി. ഏത് പെണ്ണിനോടും എന്തുമാകാമെന്നിടത്ത് നമ്മുടെ മക്കളെത്തി. ഏറ്റവും ഒരു രസം എന്താണെന്നറിയങ്ങള്, ഒരു ബസ്സിലൊക്കെ 2 മിനിറ്റ് കൊണ്ട് ഒരു കാമുകൻ ഉണ്ടാകും. കാരണം ആ ബസ്സിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്യാൻ ഒരു ആണിന്റെ സാന്നിധ്യം അല്ലാതെ പെണ്ണിന് പറ്റാണ്ടായി. തിരിച്ചും ട്രെയിനിലൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, ഞാൻ നേർക്ക് നേരെ എന്നെ പിടിച്ച ട്രെയിൻ മുമ്പെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ നേർക്ക് നേരെ ചോദിച്ചു, മോളെ ഇതാരാ ആങ്ങളെയാ? അല്ലേക്ക. പിന്നെ ആരാ? അയൽവാസിയാ? പിന്നെ ആരാ? അമ്മാവനാ? അച്ഛൻ്റെ അനുജനാ? പിന്നെ ആരാ? ട്രെയിനിലെ 3 മണിക്കൂറുള്ള യാത്രയിൽ ഇടക്കൊന്നും മിനുങ്ങാൻ. ശരി അല്ലേ? അടിച്ച് ശരിയായിക്കണ്ടേ അച്ഛനമ്മമാര്? ബാക്കിയുള്ളത് വിട്ടോ. നിങ്ങൾ തയ്യാറുണ്ടോ? നിങ്ങൾ ചേർത്ത കോളേജിൽ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ ഫോളോ ചെയ്യാൻ? നിങ്ങൾ 18 വയസ്സും കാത്തുക്കൂല, നിങ്ങൾ 17 വയസ്സും കാത്തുക്കൂല. ഞാന് നിങ്ങൾക്ക് ചില പഠന റിപ്പോർട്ട്, കൈം റിപ്പോർട്ട് പറഞ്ഞോട്ടെ. 44,389 ശിശു ബലാത്സംഗം ഈ 10 കൊല്ലം കൊണ്ട് ഈ കേരള മണ്ണിൽ. എത്ര? 44,389 ശിശു ബലാത്സംഗങ്ങൾ. എങ്ങനെ ഉണ്ടായി ഇവിടെ? ആരുണ്ടാക്കി? മത ആണോ? 250 കുട്ടികളെ AK-47 വെച്ച് കൊന്നു കളഞ്ഞ അമേരിക്കൻ സ്കൂളിൽ. ആ കുട്ടികൾ എന്താ പറഞ്ഞേ? ഞങ്ങൾ കണ്ട ഇന്ന ഒരു സിനിമ അല്ലേ? പെൺകുട്ടികൾക്ക് ഒളിച്ചോട്ടത്തിന് ഏറ്റവും നല്ല രീതി വരച്ചു കൊടുക്കുന്ന സിനിമയല്ലേ, സീരിയലല്ലേ? എങ്ങനെ ഒരു പെണ്ണിനെ ഓള് കിടന്നുറങ്ങുന്ന ബെഡ്റൂം എന്ന് ആരും അറിയാതെ തട്ടിക്കൊണ്ടുവരാന്ന് പഠിപ്പിക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയും സുരേഷ് ഗോപിയും അതുപോലുള്ള ആളുകളില്ലേ? ഓലൊന്ന് ഉദ്ഘാടനം ചെയ്ത് കിട്ടിയാൽ നിങ്ങൾ ഏറ്റവും വലിയ ശാപം നിങ്ങൾ അവരെ കൊണ്ട് നിങ്ങളെ കട ഉദ്ഘാടനം ചെയ്യിപ്പിക്കുന്നതാണ്. ക്ഷമിക്കണം, ഞാൻ അവരെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, അവരെ ഇരുത്തി പറഞ്ഞിട്ടുണ്ട് എന്റെ മുമ്പിൽ. സിനിമാ നടന്മാരിൽ ഇനി ലോകത്ത് ഫേമസ് അല്ലാത്ത ആളുകളെ അല്ലേ? ഈ ചേലേമ്പ്രയിലെ ബാങ്ക് കൊള്ള ചെയ്തത് എന്ത് കണ്ടിട്ടാ? ഒരു സിനിമ കണ്ടിട്ടാ. സിനിമയുടെ മെച്ചതല്ലേ അല്ലേ ഇവിടെ നടക്കണം? അപ്പതാ എന്റെ നാട്ടിൽ ഒരമ്മയെ ഒരു മകൻ കസേരട്ടിരുത്തി അമ്മനോട് എന്നെ ഇരിക്കാൻ പറഞ്ഞു. അമ്മ കണ്ണടച്ചിരിക്കാൻ പറഞ്ഞു. അമ്മ കണ്ണടച്ചിരുന്നു. അവന്റെ അരയിലുണ്ടായിരുന്ന ബെൽറ്റ് എടുത്ത് അമ്മന്റെ കഴുത്തിൽ മുറുക്കിയിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ കളിക്കുക, ഓന ചിരിച്ച്. അപ്പോ ഇങ്ങനെ അമ്മ ചത്തു. നാട്ടുകാർ വന്നു. സിനിമ കണ്ടതാ അല്ലേ? പറ്റുമോ? നിങ്ങൾക്ക് പറ്റുമോ അവോയ്ഡ് ചെയ്യാൻ? എന്തെല്ലാം ചർച്ച, നടന്മാരുടെ മാഹാത്മ്യം. 20 കൊല്ലം ഭാര്യയായി അഭിനയിച്ചു സിനിമയിൽ. ഒറിജിനൽ ജീവിതത്തിൽ 2 മാസം കുവൈത്തിൽ ഭർത്താവിന്റെ കൂടെ ജീവിക്കാൻ കഴിഞ്ഞു. കാവ്യമാധവന് എന്താ? ഉർവശി എന്താ? ഗണേഷ് കുമാർ എന്താ? പിന്നെ ജയറാം എന്താ? ഇവിടെ ഞാൻ പലതും പറയില്ല. ലോക മീഡിയകളും ലോക സാഹിത്യരംഗവും ഒക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾക്ക് എന്താ അവിടുത്തെ അവസ്ഥ? നല്ല സുഖമുള്ള ഏർപ്പാടാണല്ലോ ഇതൊക്കെ. നമ്മുടെ പത്രത്തിൽ ഇപ്പൊ അവസ്ഥ. ഞാൻ ഏറ്റവും ചുരുങ്ങിയ സ്നേഹത്തോടു കൂടി പറഞ്ഞോട്ടെ, ഒരു സ്റ്റേറ്റ് ഭരിക്കുന്ന മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ എന്ന് വിചാരിച്ചോ? അയാൾ ഒരു കേസ് പെട്ടു എന്ന് വിചാരിച്ചോ? അതിലൊരു പെണ്ണുണ്ടെന്ന് വിചാരിച്ചോ? അവളെ അടിവസ്ത്രം ധരിപ്പിച്ചിട്ട് ഓളെ കാലിങ്ങനെ പുഷ് ചെയ്യുന്ന ആളായിട്ട് മുഖ്യമന്ത്രിനെ പോസ്റ്റ് കൊടുത്ത എങ്ങനെ ഉണ്ടാവും? അത് രാഷ്ട്രീയ മൂല്യം? അതാ രാഷ്ട്രീയം? പ്രബുദ്ധത ആണോ? ഒരു മന്ത്രിയെ, ഒരു പെണ്ണിനെ പൊക്കളും പള്ളയും കാണിച്ച് സിനിമാ പോസ്റ്റർ നോക്കിയിട്ട് അതിന്റെ ബേക്കിലുള്ള പള്ളക്ക്